അസ്സലാമു അലൈക്കും. മഹത്തായ പ്രതിഫലമുള്ള വചനങ്ങളും കർമ്മങ്ങളും. വാക്ക്, കർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതിഫലം: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. രാജാധിപത്യം അവനാണ്, എല്ലാ സ്തുതിയും അവനാണ്, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാരെങ്കിലും ഒരു ദിനം 100 തവണ പറഞ്ഞാൽ 10 അടിമകളെ മോചിപ്പിച്ചവന് തുല്യവും, 100 നന്മ രേഖപ്പെടുത്തുകയും 100 തിന്മ മായ്ക്കപ്പെടുന്നതും, അന്നേ ദിനം വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതുമാണ്. ഇതിനേക്കാൾ കൂടുതൽ ചെയ്തവരല്ലാതെ മറ്റാരും ഇതിനേക്കാൾ ശ്രേഷ്ഠരായത് ചെയ്യുകയില്ല. സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദിഹി. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഇത് ചൊല്ലുന്നവന് സ്വർഗത്തിൽ ഒരു ഈന്തപ്പന നട്ടുപിടിപ്പിക്കപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി പ്രഭാതത്തിലും പ്രദോഷത്തിലും 100 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ്. അത് സമുദ്രത്തിലെ നുര പോലെയാണെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ ചെയ്തവരല്ലാതെ മറ്റാരും ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ചെയ്യുകയില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. റഹ്മാൻ ഇഷ്ടപ്പെട്ടതും മീസാനിൽ ഭാരമുള്ളതും നാവിന് എളുപ്പമുള്ളതുമായ 2 വചനങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നുള്ളത്. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹിൽ അളീം, മഹാനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കൻസും മിൻ കുനൂസിൽ ജന്ന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പാപത്തിൽ നിന്നുള്ള പിന്മാറ്റവും ആരാധനക്കുള്ള ശക്തിയും ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. സ്വർഗത്തിലേക്കുള്ള ഒരു നിക്ഷേപം നിന്നെ അറിയിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് ചോദിച്ചു. ആ സഹാബി പറഞ്ഞു, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുക. സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുക. ആരെങ്കിലും 3 പ്രാവശ്യം അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം ഇപ്രകാരം പറയും, അള്ളാഹുവേ, അദ്ദേഹത്തെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ആരെങ്കിലും 3 പ്രാവശ്യം അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ നരകം ഇപ്രകാരം പറയും, അള്ളാഹുവേ, അദ്ദേഹത്തെ നീ നരകത്തിൽ നിന്ന് രക്ഷ നൽകണമേ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അള്ളാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നീയല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിന്നോട് പാപമോചനത്തിനായി അർത്ഥിക്കുകയും നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. ബഹളമായ സംസാരമുണ്ടായ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു പോകുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന പറഞ്ഞാൽ അവിടെ വച്ചുണ്ടായ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയില്ല. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. 7. അൽ കഹ്ഫിലെ ആയത്തുകൾ പഠിക്കുക. അൽ കഹ്ഫ് സൂറത്തിലെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയാൽ ദജ്ജാലിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 സ്വലാത്ത് ചെയ്യുകയും 10 പാപങ്ങൾ കുറയ്ക്കുകയും 10 പദവികൾ ഉയർത്തുകയും 10 നന്മകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ്.
ഖുർആനിലെ ആയത്തുകൾ ഓതുക. ആരെങ്കിലും ഒരു ദിനം 50 ആയത്തോതിയാൽ അവനെ അശ്രദ്ധരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുകയില്ല. ആരെങ്കിലും ഒരു ദിനം 100 ആയത്തോതിയാൽ അവനെ ഭക്തരിൽ രേഖപ്പെടുത്തും. ആരെങ്കിലും ഒരു ദിനം 200 ആയത്തോതിയാൽ അന്ത്യനാളിൽ ഖുർആൻ അവനോട് തർക്കിക്കുകയില്ല. ആരെങ്കിലും ഒരു ദിവസം 500 ആയത്തോതിയാൽ ഒരു വലിയ മലയോളം പ്രതിഫലം അവന് രേഖപ്പെടുത്തും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ